السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ورفعنا لك ذكرك. صدق الله مولانا العظيم. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ആക്റ്റീവ് മുണ്ടമ്പ്ര എന്ന ഗ്രൂപ്പിൽ നമ്മളൊരു പുതിയ സംരംഭത്തിന് തുടക്കം കുറിക്കുകയാണ്. വിശുദ്ധ റബീഇനോടനുബന്ധിച്ച് ഖുർആൻ പാഠം ഇന്നു മുതൽ ആരംഭിക്കുന്നു. റബീഉൽ അവ്വൽ 30 ദിവസങ്ങളിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളാക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ന് ചർച്ച ചെയ്യുന്നത് സൂറത്തു ശറഹിലെ വറഫഅനാ ലക ദിക്റക എന്ന ആയത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നു, നബിയെ, അങ്ങയുടെ പ്രകീർത്തനം നാം വാനോളം ഉയർത്തി തന്നിരിക്കുന്നു അങ്ങേക്കു വേണ്ടി. ഈ ആയത്തിന്റെ സാക്ഷാത്കാരമാണ് സത്യത്തിൽ നാടെങ്ങും വിശുദ്ധ റബീഇന്റെ ആഗമനത്തോടുകൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രകീർത്തനങ്ങളിൽ സജീവമാവുകയാണ്. ഈ മൗലിദാഘോഷ പരിപാടികളും തിരുനബിയുടെ പ്രകീർത്തനങ്ങളുമൊക്കെ എന്ന് തുടങ്ങിയതാണെന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട്. അത് മദീനത്ത് വെച്ച് തന്നെ തുടങ്ങിയതാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്ന ധാരാളം തെളിവുകൾ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം മദീനത്തെ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ അവിടുത്തെ സ്വഹാബത്തിരുന്ന് നടത്തുന്ന ഒരു ചർച്ച സുദീർഘമായ ഒരു ഹദീസിൽ കാണാം. സുദീർഘമായി അവതരിപ്പിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് അതിന്റെ ആശയ തലങ്ങൾ മാത്രം പറയട്ടെ. ഒരു സഹാബി എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, അള്ളാഹു ഖലീലായി പ്രഖ്യാപിച്ച അള്ളാഹുവിന്റെ ചങ്ങാതി ഖലീലുല്ലാഹി എന്ന സ്ഥാനം നൽകി ആദരിച്ച ഇബ്രാഹിം നബി ലോകത്ത് വലിയ ഒരു അത്ഭുതമാണ്. അപ്പോഴാണ് മറ്റൊരു സഹാബി എഴുന്നേറ്റ് പറഞ്ഞത്, അല്ല, അള്ളാഹു നേരിട്ട് സംസാരിച്ച കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാം ഒരു വലിയ അത്ഭുതം തന്നെയാണ്. അതുമല്ല, മൂന്നാമത്തെ ആൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു, അതിലും വലിയ അത്ഭുതമായി എനിക്ക് തോന്നുന്നത് ബഹുമാനപ്പെട്ട റൂഹുല്ലാഹി ഈസാ അലൈഹിസ്സലാമാണ്. വാപ്പയില്ലാതെ ഒരു ഉമ്മയുടെ ഗർഭപാത്രത്തിൽ അള്ളാഹു രൂപം കൊടുത്ത കുഞ്ഞാണ് ഈസാ അലൈഹിസ്സലാം.